ആരും പേടിക്കണ്ട, അപ്പുറത്ത് കുക്കുസാറുണ്ട്. വൈകുന്നേരം ഇങ്ങനെ ഈ മതിൽ വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാരം. ലുവുക്കുട്ടനുമായിട്ട് കുറേ നേരം ഫുട്ബോൾ കളിച്ചിട്ട് മാമനും മക്കളും ഒക്കെ കൂടി ഇപ്പോൾ അവിടെ ഷട്ടിൽ ബാറ്റ് കളിക്കാനായിട്ട് സേറമോളുടെ വീടിന്റെ മുന്നിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ആ ഗ്യാപ്പിന് ഇന്ന് വൈകുന്നേരത്തേക്ക് എപ്പോഴത്തെയും പോലെ പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കുറേ ആയി നമ്മളിപ്പോൾ ഒരു പഴംപൊരി വീഡിയോ കണ്ടിട്ട്. പൊന്മുടിയിൽ ഇപ്രാവശ്യം ടൂറിന് പോയപ്പോൾ ഞാൻ മേടിച്ച കൊട്ടയാണ് ആ സൈഡിലിരിക്കുന്നത്. ഇതിങ്ങനെ അടച്ചു തന്നെ വെക്കുന്നതുകൊണ്ട് ഈച്ചയൊന്നും അകത്ത് കയറത്തില്ല കേട്ടോ. അതുപോലെ തന്നെ ഞാൻ വേസ്റ്റ് ഇടുന്ന ഡബ്ബയും അടഞ്ഞിരിക്കുന്നതുകൊണ്ട് കുരുട്ടീച്ച ഒന്നും കയറത്തില്ല. പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമുക്കിനി പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. പഴംപൊരി ഇതുപോലൊരു ഫ്രൈയിങ് പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ പകുതിയിൽ ഒരംശം മതി ഓയിൽ. തീ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഷടപടേന്ന് നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ തിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അങ്ങനെ ഇതേ പഴംപൊരിയൊക്കെ റെഡിയായി. എനിക്ക് വാലനുള്ള ചായയൊക്കെ എടുത്തിട്ട് ഞങ്ങളിത് കഴിക്കാനായിട്ടിരുന്നു. കുക്കു സാറ് ആദ്യത്തെ ഒരു പഴംപൊരി എങ്ങനെയൊക്കെയോ തീർത്തിട്ട് തിരിച്ചോടി. ഔട്ടാവുന്നവർ മാറുന്നതനുസരിച്ചാണ് ഷട്ടിൽ ബാറ്റിൻ്റെ കോർട്ടിൽ ആൾ കൂടുന്നത്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം.